ഗുരുതരമായ ഒരു പരാതി തിരുവനന്തപുരത്ത് നിന്ന് ഉയർന്നു കേട്ടു. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിനാൽ വനിതാ ഓട്ടോ ഡ്രൈവറെ സ്റ്റാൻഡിൽ നിന്ന് വിലക്കി എന്നുള്ളതായിരുന്നു ആ പരാതി. തിരുവനന്തപുരം കാട്ടായിക്കോണം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ അനുവദിക്കില്ല എന്ന് CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആ പരാതി ഉയർന്നത്. CITU അംഗവും CPIM പാർട്ടി പ്രവർത്തകയുമായ രജനിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ജീവിക്കാൻ ഓട്ടോറിക്ഷയുമായി കഴിയുന്നൊരു സ്ത്രീ വർഷങ്ങളായി ഓടുന്ന സ്റ്റാൻഡിൽ ഇനി മുതൽ ഓടേണ്ടെന്ന പെട്ടെന്നൊരു ദിവസം തീട്ടൂരം. ചെയ്ത മഹാപരാധം നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലത്രേ. ഇതാണ് ആ ഭീഷണി. നേതൃത്വം കൊടുക്കുന്നത് CITU കൺവീനർ. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയും സ്റ്റാൻഡിൽ ഓടേണ്ട എന്നാണ് ശാസന. ഇന്നലെയാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രജനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് കാട്ടായിക്കോണം സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ അപ്രതീക്ഷിത വിലക്ക്. ഇന്ന് രാവിലെ ഞാൻ സ്റ്റാൻഡിൽ കയറിയപ്പോൾ എന്റെ അടുത്ത് വന്ന് ഞങ്ങളെ സ്റ്റാൻഡ് കൺവീനർ ഷിബു എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു ഇവിടെ വണ്ടി ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങോട്ട് എന്ത് കാരണം? അത് ഇന്നലത്തെ നവകേരള പരിപാടിയിൽ പങ്കെടുക്കാത്തവർ ഇനി സ്റ്റാൻഡിൽ വരണ്ടെന്നാണ് തീരുമാനം. കമ്മിറ്റി കൂടി തീരുമാനം അറിയിച്ചതിന് ശേഷം ഇടാന്ന് പറഞ്ഞു. 8 വർഷമായി കാട്ടായിക്കോണം സ്റ്റാൻഡിലാണ് രജനി ഓട്ടോറിക്ഷ ഓടുന്നത്. നാളുകളായി CITU ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ യൂണിയൻ അംഗവുമാണ്. ഇങ്ങനെ മുൻപും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തതിന് തൊഴിലാളികളെ വിലക്കിയ ചരിത്രം ഇവിടെയുണ്ടെന്ന് ആക്ഷേപം. സ്ഥിരമാണ്, ഇത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും വിലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ട് എനിക്കും എന്റെ ഡ്രൈവേഴ്സിനും വന്നുകൊണ്ടിരിക്കുന്നത്. അവര് ഒരു പാർട്ടി പരിപാടി കൊച്ചുങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒരു പാർട്ടി പരിപാടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാഴ്ച വണ്ടി ഓടല് എന്നുള്ള നിയമമൊക്കെ ഉണ്ട്. പിന്നെ ആരും പ്രതികരിക്കുന്നില്ല. പാർട്ടി ആലോചിച്ച ശേഷം രജനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന വിചിത്ര നിലപാടിലാണ് CITU. പരാതിയുമായി മുന്നോട്ട് പോയാൽ ചുമട്ടുതൊഴിലാളിയായ സഹോദരൻ രാജേഷും നാളെ മുതൽ ജോലിക്കെത്തേണ്ട എന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. സ്വമേധയാ ആയിരങ്ങൾ പങ്കെടുക്കുന്ന സദസ്സാണ് നവകേരളമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞതിന് കയ്യും കണക്കുമില്ല. പിന്നെന്തിനാണ് സാർ പങ്കെടുക്കാൻ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? പങ്കെടുക്കാത്തവരോട് ഇങ്ങനെ വൈരാഗ്യബുദ്ധി കാണിക്കുന്നത്? പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടിട്ടാണ് നിങ്ങളുടെ ആളെക്കൂട്ടൽ മഹാമഹമെങ്കിൽ അയ്യേ കഷ്ടം. ക്യാമറാമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തതിന് തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത്, അത്തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുന്നത് ഇതൊന്നും ആദ്യമായുള്ള സംഭവമല്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനമെന്ന് മുദ്രകുത്തിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ദിവസവേതനക്കാരായ തൊഴിലാളികളെ ദ്രോഹിക്കുന്നത്. ഒരു ദിവസത്തെ കൂലി മുടങ്ങിയാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രതിസന്ധി അതെന്താണ് എന്നറിയാത്തവരല്ല ഈ നേതാക്കളൊക്കെ. എന്നിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായി കാണേണ്ട വിഷയമാണ്. സംഘടനാ ചട്ടക്കൂടിൻ്റെ പേര് പറഞ്ഞ് വിലക്കേർപ്പെടുത്തുന്നവർ കാണാതെ പോകുന്നത് ഒരുപാട് പേരുടെ കണ്ണീര് കൂടിയാണ്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് ഞങ്ങൾ തേടിയിരുന്നു. അതിലേക്ക് യോജിക്കുന്നില്ല. വളരെ തെറ്റായതാണ്. അത് ഓരോരുത്തർ ആവശ്യമാണ്. ഓരോ അന്നത്തിന് വേണ്ടി ഓരോ ആട്ടോക്കാർ അതിനു വേണ്ടി നോക്കുന്നുണ്ട്. അതിന് തെറ്റായ തീരുമാനമാണ് അവർ പറയുന്നത്. ഇത് തെറ്റാണ്. അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ പോണതും പോകാത്ത. ശാരീരിക അസുഖം കൊണ്ട് എന്തെങ്കിലും കാരണമായിരിക്കാം. അത് തെറ്റാണ്. പോണത് ഓരോരുത്തരുടെ മൗലികമായ അവകാശമല്ലേ. അത് അവരവരുടെ മൗലിക അവകാശത്തിൽ ആരും കൈകടത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകും. അതിന്റെ അവരുടെ തൊഴിലിനെ നമ്മൾ തടസ്സപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അത് അവരുടെ ഉപജീവന മാർഗത്തെ മുടക്കുന്ന മാർക്സും തത്വശാസ്ത്രത്തെ ഇതൊക്കെ ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനം തന്നെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാണ്. ഇതുപോലുള്ള സാധാരണക്കാരായ ജനങ്ങളെ, സാധാരണക്കാരായ തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ട് തൊഴിലാളത്തിന്റെ പേര് പറഞ്ഞ് അധികാരവും മറ്റും പങ്കും പറ്റുന്ന CPM നിലപാടുകളെ ഈ രാജ്യ ജനങ്ങൾ ഒന്നടങ്ങ് എതിർക്കുന്നുണ്ട്. അവർക്ക് പനിയാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ശരിയല്ല. ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.